പൈത്തൺ ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പ്. വിൻഡോസ് ആണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ python.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. ദെൻ ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക. സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാളേഷൻ ടൈമിൽ യൂസ് അഡ്മിൻ പ്രിവിലേജസ്, ആഡ് python.exe ടു പാത്ത് ഇവ രണ്ടും ചെക്ക് ചെയ്തിരിക്കണം. സോ വൺസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയാൽ ടെർമിനൽ ഓപ്പൺ ചെയ്ത് python വേർഷൻ എന്ന കമാൻഡ് റൺ ചെയ്യുകയാണെങ്കിൽ പൈത്തണിൻ്റെ വേർഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൈത്തൺ 3.11.4 ആണ്. വിൻഡോസ് മെഷീനിലെ ഇൻസ്റ്റാളേഷൻ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഉബുണ്ടു, മാക് എന്നീ OSലെ പൈത്തൺ ഇൻസ്റ്റാളേഷൻ ഞാനിവിടെ ഡോക്യുമെൻറ്റിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കോഡ് എഡിറ്റർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് എഡിറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്റേഴ്സാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, പൈചാം, ജുപിറ്റർ നോട്ട്ബുക്ക് എന്നിവ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. നെക്സ്റ്റ് നോക്കുന്നത് പൈത്തണിൻ്റെ ബേസിക് വർക്കിംഗ് ആണ്. ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് പൈത്തൺ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പൈത്തൺ ലാംഗ്വേജ് ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. എന്താണ് ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ്? ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്താണ് എന്ന് അറിയുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട ഒരു ടേമാണ് കമ്പൈലിംഗ്. കമ്പൈലിംഗ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന കോഡ് അഥവാ സ്ക്രിപ്റ്റ് അത് മെഷീന് മനസ്സിലാകുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കമ്പൈലിംഗ്. അതായത് സോഴ്സ് കോഡിനെ ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി എന്താണ് ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് നോക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞു പൈത്തൺ ഒരു ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ജാവ, സി എന്നീ ലാംഗ്വേജുകളിൽ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ ഒരു ഫയൽ കമ്പൈൽ ചെയ്താൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കൂ. ഫോർ എക്സാമ്പിൾ, ഇതൊരു സി പ്രോഗ്രാമിൻ്റെ സ്ക്രിപ്റ്റ് ആണ്. ഇത് കംപ്ലീറ്റ്ലി കമ്പൈൽ ചെയ്താൽ മാത്രമേ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. എന്നാൽ പൈത്തൺ പ്രോഗ്രാമിൻ്റെ കേസിൽ അങ്ങനെ ഒരു കമ്പൈലേഷൻ്റെ ആവശ്യമില്ല. ഫുൾ സ്ക്രിപ്റ്റും കമ്പൈൽ ചെയ്യുന്നതിന് പകരം ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കമ്പൈലേഷൻ നടക്കുന്നത്. എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ലൈൻ ബൈ ലൈൻ ആയി കമ്പൈലേഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് പൈത്തൺ ലാംഗ്വേജിനെ ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പൈത്തൺ ഇന്റർപ്രറ്റർ ആണ് ഈ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ നടത്തുന്നത്. ഇവിടെ പൈത്തൺ ഇന്റർപ്രറ്റർ സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്ത് ബൈറ്റ് കോഡ് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി .py എക്സ്റ്റൻഷനുള്ള പൈത്തൺ ഫയലിൽ നമ്മുടെ കോഡ് അഥവാ സോഴ്സ് കോഡ് എഴുതുന്നു. പൈത്തൺ കമ്പൈലർ ഇതിനെ കൺവേർട്ട് ചെയ്ത് ബൈറ്റ് കോഡിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് പൈത്തൺ വെർച്വൽ മെഷീൻ ഇതിനെ റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഓവറോൾ പ്രോസസ്സ്. ഇതെല്ലാം നമ്മൾ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സ് ഡീപ്പായിട്ട് നമ്മൾ അറിയണമെന്നില്ല. എന്നാൽ ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. ഇനി പൈത്തണിൻ്റെ ബേസിക് സിൻടാക്സ്, വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ് ഇവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ sample.py എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് പ്രിന്റ് ഫംഗ്ഷനാണ്. പ്രിന്റ് എന്നത് ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. സ്ക്രീനിൽ ഔട്ട്പുട്ട് സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രിന്റ്. ഫോർ എക്സാമ്പിൾ, പ്രിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഓപ്പൺ പാരാന്തിസിസ് ദെൻ ക്ലോസ് പാരാന്തിസിസ് ഇവയ്ക്കിടയിൽ ഡബിൾ കോട്ട്സിൽ പ്രിന്റ് ചെയ്യേണ്ട സ്ട്രിംഗ് കൊടുക്കാം. ദെൻ ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുകയാണെങ്കിൽ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യുന്നതായി കാണാം. ഇതുപോലെ ലോങ് സെന്റൻസ് ആൻഡ് അതർ സ്ട്രിങ്സ് ഈ ഒരു പ്രിന്റ് ഫംഗ്ഷനിൽ കൊടുക്കാവുന്നതാണ്. പ്രിന്റ് ഫംഗ്ഷനിൽ തന്നെ മറ്റു പല മെത്തേഡുകളും യൂസ് ചെയ്ത് ഡേറ്റ പ്രിന്റ് ചെയ്യാവുന്നതാണ്. അവയെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ്. ഫസ്റ്റ് നോക്കുന്നത് വേരിയബിൾ. എന്താണ് വേരിയബിൾ? വേരിയബിൾ എന്നത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ നെയിമാണ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, നെയിം ഈക്വൽ ടു ആലീസ്. ഇവിടെ ആലീസ് എന്ന ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിനാണ് നെയിം എന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ 25 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് ഏജ് എന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നു. 5.6 എന്ന വാല്യൂ ഹൈറ്റ് എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ശരിക്കും ഈ വാല്യൂസ് ഈ വേരിയബിളിലേക്കാണോ സ്റ്റോർ ചെയ്യുന്നത്? എന്നാൽ അല്ല. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ ഡേറ്റ സേവ് ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ആ മെമ്മറിയുടെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ നെയിമാണ് ഈ വേരിയബിൾ. ഇതാണ് ശരിക്കും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അത്രയും ഡീപ്പായിട്ട് നമ്മൾ അറിയണമെന്നില്ല. തൽക്കാലം ഡേറ്റ സേവ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത് വേരിയബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു മീനിങ് ഫുൾ വേരിയബിൾ ആയിരിക്കണം. നമ്മൾ എന്ത് പർപ്പസിനാണോ വേരിയബിൾ യൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു നെയിം ആയിരിക്കണം ആ വേരിയബിളിന് കൊടുക്കേണ്ടത്. അതുപോലെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അണ്ടർസ്കോറിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്പറിൽ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യരുത്.
അതുപോലെ തന്നെ പൈത്തൺ കീവേഡ്സ് യൂസ് ചെയ്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യരുത്. നെക്സ്റ്റ് വൺ ഡേറ്റ ടൈപ്പ്. നമ്മൾ സേവ് ചെയ്യുന്ന ഡേറ്റ എന്ത് ടൈപ്പാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഡേറ്റ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ നെയിം ഈക്വൽ ടു ആലീസ്. ഇവിടെ ആലീസ് എന്നത് ഒരു ടെക്സ്റ്റ് ആണ്. സോ ഇതൊരു സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ആണ്. സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് എന്നത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സ്ട്രിങ്ങിനെ സിംഗിൾ കോഡ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ഇവ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം സ്ട്രിംഗ് ടൈപ്പിന് എക്സാമ്പിൾസ് ആണ്. ഈ സ്ട്രിംഗ് ടൈപ്പിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ അപ്പർ കേസ്, ലോവർ കേസ് എക്സെട്ര. ഇവിടെ നെയിം എന്ന വേരിയബിളിലേക്ക് ആലീസ് എന്ന സ്ട്രിംഗ് അസൈൻ ചെയ്തിട്ടുണ്ട്. നെയിം ഡോട്ട് അപ്പർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ലെറ്റേഴ്സും അപ്പർ കേസിലേക്ക് കൺവേർട്ട് ആകും. ഡോട്ട് ലോവർ എന്ന മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ലെറ്റേഴ്സും ലോവർ കേസിലേക്ക് കൺവേർട്ട് ആകും. ഇതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ട്. ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഹോൾ നമ്പേഴ്സ് സേവ് ചെയ്യുന്നതിനാണ്. നെഗറ്റീവ് വാല്യൂസ്, 0, പോസിറ്റീവ് വാല്യൂസ് ഇതെല്ലാം ഇൻറ്റിജറായി കൺസിഡർ ചെയ്യാം. ഇവിടെ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത് ഇൻറ്റിജേഴ്സ് വാല്യൂസ് ആണ്. ഫ്ലോട്ട് എന്നത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 3.4, 1.5 എക്സെട്ര. ഇങ്ങനെയുള്ള ഡേറ്റ ടൈപ്പാണ് ഫ്ലോട്ട്. ഇനി മറ്റൊരു ഡേറ്റ ടൈപ്പാണ് ബൂലിയൻ. ബൂലിയൻ ടൈപ്പിൽ 2 വാല്യൂസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ട്രൂ ഓർ ഫാൾസ്. ഇവ രണ്ടും സേവ് ചെയ്യുന്നതിനാണ് ബൂലിയൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ബേസിക് ഡേറ്റ ടൈപ്സ്. ഇവയെ കൂടാതെ ലിസ്റ്റ്, ടപ്പിൾസ്, ഡിക്ഷണറി ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഡീറ്റെയിൽ ആയി നെക്സ്റ്റ് സെഷനിൽ പറയുന്നതായിരിക്കും. നമ്മൾ ആൾറെഡി ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്പിനെ കുറിച്ച് മനസ്സിലാക്കി. ഒരു ഡേറ്റ ടൈപ്പിൽ നിന്നും മറ്റൊരു ഡേറ്റ ടൈപ്പിലേക്ക് ഡേറ്റ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കൺവേർഷൻ അഥവാ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിംഗ് ഡേറ്റ ടൈപ്പിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു ഇൻറ്റിജറിനെ തിരിച്ച് സ്ട്രിങ്ങിലേക്കും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്ക്രിപ്റ്റിൽ എക്സ് എന്ന വേരിയബിൾ സ്ട്രിംഗ് വാല്യൂ ആണ്. ബിക്കോസ് 100 എന്ന വാല്യൂ ഡബിൾ കോഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്ട്രിംഗ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഒരു വാല്യൂവിനെയും ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റ് ഓഫ് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ആകും. ഇതുപോലെ ഏതു ഡേറ്റ ടൈപ്പിനെയും നമുക്ക് ആവശ്യമുള്ള ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓരോ ടൈപ്പ് കൺവേർഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യണം. ഇനി നമ്മുടെ കയ്യിൽ ഒരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ ടൈപ്പ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് ടൈപ്പ് എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഈ ഒരു സ്ക്രിപ്റ്റിൽ ടൈപ്പ് ചെക്ക് യൂസ് ചെയ്ത് അവയുടെ ഡേറ്റ ടൈപ്പ് പ്രിന്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഡേറ്റ ടൈപ്സിൽ ഇൻറ്റ്, ഫ്ലോട്ട്, സ്ട്രിംഗ്, ബൂലിയൻ എന്നിവയെ കൂടാതെ ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി എന്നിങ്ങനെയുള്ള ഡേറ്റ ടൈപ്സ് ഉണ്ട്. അവയെക്കുറിച്ച് നെക്സ്റ്റ് സെഷനിൽ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. അതിൽ ആദ്യത്തേതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. വേരിയബിൾസിലും വാല്യൂസിലും ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ഇവ. ഫോർ എക്സാമ്പിൾ പ്ലസ്, മൈനസ്, ഡിവിഷൻ എന്നിവ. ഇതിൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിവയെല്ലാം കോമൺലി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. എന്നാൽ ഇവയെ കൂടാതെ ഫ്ലോർ ഡിവിഷൻ, മോഡുലസ്, എക്സ്പൊണൻഷിയേഷൻ എന്നിങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സും ഉണ്ട്. ഫ്ലോർ ഡിവിഷന് ഡബിൾ സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഡിവിഷൻ റിസൾട്ടിൽ നിന്നും ഡെസിമൽ പാർട്ട് റിമൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്ക്രിപ്റ്റിൽ ആൻസറിൽ നിന്നും ഡെസിമൽ പാർട്ട് റിമൂവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഓപ്പറേറ്ററാണ് മോഡുലസ്. മോഡുലസ് യൂസ് ചെയ്യുന്നത് റിമൈൻഡർ വാല്യൂ കിട്ടുന്നതിനാണ്. ഫോർ എക്സാമ്പിൾ 10 mod 3 എന്ന ഓപ്പറേഷനിൽ 1 ആയിരിക്കും റിസൾട്ടായി കിട്ടുന്നത്. അതായത് 10/3 ചെയ്യുമ്പോൾ റിമൈൻഡറായി കിട്ടുന്നത് 1 ആണ്. അതായത് എന്താണോ റിമൈൻഡർ വാല്യൂ അതായിരിക്കും മോഡുലസ് ഓപ്പറേഷനിൽ റിസൾട്ടായി കിട്ടുന്നത്. ഇനി മറ്റൊരു ഓപ്പറേറ്ററാണ് എക്സ്പൊണൻഷിയേഷൻ. 2⁻³ എന്നതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നതിന് 2*3 എന്ന് കൊടുത്താൽ മതിയാകും. ഇവിടെ 2⁻³ 8 ആണ്. 8 ആയിരിക്കും നമുക്ക് റിസൾട്ടായി കിട്ടുന്നത്. നെക്സ്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റർ. കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് 2 വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസ് കമ്പയർ ചെയ്യുന്നതിനാണ്. കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ റിസൾട്ട് എപ്പോഴും ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഇവയൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് 2 വേരിയബിൾസിലെ വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൽ എ എന്ന വേരിയബിളിൻ്റെ വാല്യൂവും ബി എന്ന വേരിയബിളിൻ്റെ വാല്യൂവും ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്നായിരിക്കും അതിൻ്റെ റിസൾട്ട്. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്നാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. എ ഈക്വൽ ടു 5
ബി ഈക്വൽ ടു 3 എന്നീ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്ത് ഡിഫറൻറ്റ് കമ്പാരിസൺസ് നടത്തുന്നതിൻ്റെ സ്ക്രിപ്റ്റാണ് ഇവിടെ കാണുന്നത്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന കേസിൽ ട്രൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്, ബിക്കോസ് എയുടെ വാല്യൂ ബിയേക്കാൾ കൂടുതലാണ്. എ ലെസ് ദാൻ ബി എന്ന കേസിൽ ഫാൾസ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന കേസിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഒന്നുകിൽ എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കണം. ഇവയിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന കേസിൽ ട്രൂ ആയതുകൊണ്ട് തന്നെ റിസൾട്ടും ട്രൂ ആയിരിക്കും. സെയിം തന്നെയാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന കണ്ടീഷനിലും. ഇവിടെ എയുടെ വാല്യൂ ബിയേക്കാൾ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഇവയിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ റിസൾട്ടും ട്രൂ ആയിരിക്കും. ഈ രണ്ട് കേസിലും ഫാൾസ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ റിസൾട്ടും ഫാൾസ് ആയിരിക്കും. ഇതുപോലെ മറ്റൊരു കണ്ടീഷനാണ് എ നോട്ട് ഈക്വൽ ടു ബി. ഇത് എ ഈക്വൽ ടു ബി എന്ന കണ്ടീഷൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ്. അതായത് എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും ഈക്വൽ അല്ല എന്നാണ് ചെക്ക് ചെയ്യുന്നത്. മീൻസ് എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 3 എന്ന വാല്യൂസ് യൂസ് ചെയ്ത് ഡിഫറൻറ്റ് ഓപ്പറേറ്റേഴ്സ് എങ്ങനെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ടേബിൾ ഫോർമാറ്റാണിത്. കമ്പ്യൂട്ടറിനോട് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യുന്നതിനാണ്. ഫോർ എക്സാമ്പിൾ, എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു ഫാൾസ്. ഇവിടെ പ്രിൻറ്റ് എക്സ് ആൻഡ് വൈ എന്ന സ്ക്രിപ്റ്റിൽ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷനും ട്രൂ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ രണ്ട് വേരിയബിൾസും ട്രൂ അല്ല, അതുകൊണ്ട് തന്നെ ടോട്ടൽ റിസൾട്ട് ഫാൾസ് ആയിരിക്കും. ഇവ രണ്ടും ട്രൂ ആയാൽ മാത്രമേ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോഴുള്ള റിസൾട്ടും ട്രൂ ആയിരിക്കുകയുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 എ ഈക്വൽ ടു 3 ബി ഈക്വൽ ടു 2. പ്രിൻറ്റ് എക്സ് ലെസ് ദാൻ വൈ ആൻഡ് എ ഗ്രേറ്റർ ദാൻ ബി. ഈ ഒരു കേസിൽ എന്തായിരിക്കാം റിസൾട്ട് വരുന്നത്? ഇവിടെ എക്സിൻ്റെ വാല്യൂ വൈയേക്കാൾ ചെറുതാണ്, സോ ഫസ്റ്റ് കമ്പാരിസൺ ട്രൂ ആണ്. അതുപോലെ എയുടെ വാല്യൂ ബിയേക്കാൾ വലുതാണ്, സോ ആ കണ്ടീഷനും ട്രൂ ആണ്. ഇവ രണ്ടും ട്രൂ ആയതുകൊണ്ട് തന്നെ എക്സ് ലെസ് ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ ബി ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കും. ഇനി മറ്റൊരു ലോജിക്കൽ ഓപ്പറേറ്ററാണ് ഓർ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ റിസൾട്ടും ട്രൂ ആയിരിക്കും. എക്സ് ഈക്വൽ ടു ട്രൂ വൈ ഈക്വൽ ടു ഫാൾസ്. ഈ ഒരു കേസിൽ എക്സ് ഓർ വൈ എന്ന കണ്ടീഷനിൽ ടോട്ടൽ റിസൾട്ട് ട്രൂ ആയിരിക്കും, ബിക്കോസ് എക്സിൻ്റെ വാല്യൂ ട്രൂ ആയതുകൊണ്ട് തന്നെ. ഇനി മറ്റൊരു ലോജിക്കൽ ഓപ്പറേറ്ററാണ് നോട്ട്. കിട്ടുന്ന ബൂലിയൻ വാല്യൂവിൻ്റെ റിവേഴ്സ് വാല്യൂ ആയിരിക്കും നോട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ് ഈക്വൽ ടു ട്രൂ വൈ ഈക്വൽ ടു ഫാൾസ്. ഈ ഒരു കേസിൽ പ്രിൻറ്റ് നോട്ട് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫാൾസ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ പ്രിൻറ്റ് നോട്ട് വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ ട്രൂ ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ഇവയുടെ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഇനിയുള്ള സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. വേരിയബിൾസിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു എന്നത് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. എക്സ് ഈക്വൽ ടു 10. ഇവിടെ 10 എന്ന വാല്യൂ എക്സ് എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലസ് ഈക്വൽ ടു, ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വാല്യൂ ആഡ് ചെയ്യുന്നതിനും ദെൻ ആ വാല്യൂ അതേ വേരിയബിളിലേക്ക് തന്നെ അസൈൻ ചെയ്യുന്നതിനും ആണ്. ഫോർ എക്സാമ്പിൾ, എക്സ് ഈക്വൽ ടു 5 ദെൻ എക്സ് പ്ലസ് ഈക്വൽ ടു 2 എന്നൊരു ഓപ്പറേഷനിൽ ഇവിടെ സംഭവിക്കുന്നത് എക്സ് പ്ലസ് 2വിൻ്റെ റിസൾട്ട് വീണ്ടും എക്സിലേക്ക് തന്നെയാണ് അസൈൻ ചെയ്യുന്നത്. അതായത് എക്സ് പ്ലസ് 2 കൊടുക്കുമ്പോൾ 5 പ്ലസ് 2 ദാറ്റ് ഈസ് 7. 7 എന്ന വാല്യൂ വീണ്ടും എക്സിലേക്ക് തന്നെ അസൈൻ ചെയ്യുന്നു. ഇതാണ് പ്ലസ് ഈക്വൽ ടു എന്ന ഓപ്പറേഷൻ നടത്തുന്നത്. സെയിം തന്നെയാണ് എക്സ് മൈനസ് ഈക്വൽ ടു 2 എന്ന ഓപ്പറേഷനിലും നടക്കുന്നത്. ഇവിടെ അഡീഷന് പകരം സബ്ട്രാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഇതേ മെത്തേഡുകൾ തന്നെയാണ് മൾട്ടിപ്പിൾ ആൻഡ് അസൈൻ, ഡിവൈഡ് ആൻഡ് അസൈൻ, ഫ്ലോർ ഡിവൈഡ് ആൻഡ് അസൈൻ എന്നീ ഓപ്പറേഷൻസിലും നടക്കുന്നത്. നമ്മൾ ആൾറെഡി പൈത്തണിൻ്റെ ഡിഫറൻറ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കി. ഇനി ഇവയെല്ലാം യൂസ് ചെയ്ത് ഒരു ബേസിക് സ്ക്രിപ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സ്ക്രിപ്റ്റിൽ ഡിഫറൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത് ഡിഫറൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കോമ യൂസ് ചെയ്തും പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് സ്ട്രിംഗ് കൊടുക്കുക, ദെൻ കോമ യൂസ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യേണ്ട വേരിയബിളും കൊടുക്കുക.